ഹലോ ഗേൾസ്, അപ്പം ഞാനിന്ന് എൻ്റെ വയ്യാതെ കിടക്കുന്ന അപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൂപ്പൻ ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ അപ്പൂപ്പൻ്റെ ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വരെ ഒന്ന് പോയി ആദ്യം തന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ചെയ്യാൻ പോകുന്ന കമ്മൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മൽ. രണ്ട് കാതിലും ഞാൻ ആ കമ്മൽ രണ്ട് കാതിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല രസമില്ലേ? പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ എങ്ങനെയുണ്ടെന്ന് കേട്ടോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഔട്ട്ഫിറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു മേക്കപ്പ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഐലൈനർ വെച്ചിട്ട് ചെറിയൊരു പൊട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ലിങ്ക് വേണ്ടവർ ലിങ്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാവുന്നതാണ്. അപ്പോൾ എൻ്റെ 2000 രൂപയുടെ ഔട്ട്ഫിറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പാർട്ടി വെയറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ അത്യാവശ്യമായിട്ട് പോകുന്നതുകൊണ്ട് മാത്രം എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ അവിടെ ഒരുപാട് ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടും സെലിബ്രിറ്റി ആയതുകൊണ്ടും ഇത്തരത്തിലുള്ള ഔട്ട്ഫിറ്റിലൊക്കെ പോകുന്നത്. കുറച്ച് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഈ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നേരെ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോകുന്നത്. സൺസ്ക്രീൻ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് സണ്ണിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കിടക്കുന്ന അപ്പൂപ്പനെ കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അപ്പൂപ്പനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോവാം. നമ്മളങ്ങനെ ബസ്സൊക്കെ കയറിയിട്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പ ഐസിയിലായതുകൊണ്ട് തന്നെ നമുക്ക് അപ്പൂപ്പനെ കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടുന്ന് ജോളിയായിട്ട് അങ്ങോട്ട് പോകുക. അപ്പൂപ്പൻ ഐസിയുലാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം വന്നപ്പോൾ തന്നെ അപ്പോൾ വാട്ടർമെലനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർമെലനൊക്കെ കഴിച്ചിട്ട് ഇവിടെ വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് നമ്മളിവിടെ ഇങ്ങനെ അപ്പൂപ്പനെ വെയിറ്റ് ചെയ്തിങ്ങനെ പക്ഷേ വാട്ടർമെലൺ സൂപ്പറായിരുന്നു. വാട്ടർമെലൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അങ്ങനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വയറൊക്കെ നിറഞ്ഞു. അപ്പൂപ്പൻ വെള്ളം ഇറങ്ങാതെ കിടക്കുന്നെങ്കിലും എനിക്കതൊക്കെ നിർബന്ധമാണ്. അപ്പൂപ്പനെ കാണാൻ പറ്റാത്ത വിഷമത്തിൽ ഞാൻ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം നടന്ന് ഞാൻ ഇനി സൺസ്ക്രീൻ പോലും എടുക്കാതെയാണ് വന്നത്. അമ്മ വന്ന് വേണം ഇവിടെ നിൽക്കാൻ. അപ്പോൾ അമ്മ വരുന്നുണ്ട് ഓൺ ദ വേ ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ ഇവിടെ ഇറങ്ങുന്നത്. അല്ലാതെ ഐസിയു കിടക്കുന്ന അപ്പൂപ്പനെ ഇട്ടിട്ട് ഞാൻ ഒരിക്കലും പോവില്ലായിരുന്നു. ഗൈസ് സൺസ്ക്രീൻ എടുത്തില്ല എന്നുള്ളൊരു വിഷമവും അപ്പൂപ്പൻ മരിക്കാൻ കിടക്കുന്ന വിഷമവും രണ്ടും കൂടി നിങ്ങളൊന്നാലോചിച്ച് നോക്കണം. രണ്ട് വിഷമവും ഒന്നിച്ച് ഇതിലിങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്.